വരാൻ സാധിച്ചത്. ഞാൻ 2ാം തവണ ഇവിടെ വരുന്നത്. എൻ്റെ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഞാനിവിടെ ഒരു 10-20 ദിവസം ഉണ്ടായിരുന്നു. ഐ ഗസ് യു ഗസ്റ്റ് എനിക്ക് എക്സാംസ് ഉള്ളതുകൊണ്ട് ഞാൻ കാണാൻ പറ്റിയില്ല. പിന്നെ ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ സാധിച്ചതിലും എല്ലാവർക്കും ലൈക്ക് ഹോളി ഫെസ്റ്റിവൽ ആയതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴാണോ സെലിബ്രേറ്റ് എനിക്ക് അറിഞ്ഞൂടാ. സോ എനിവേസ് എൻ്റെ പുതിയ സിനിമ റിലീസാവുന്നുണ്ട് ജയ ഗണേഷ് ഏപ്രിൽ 11-ന്. സോ നിങ്ങൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ ആ സിനിമ കാണണം. പിന്നെന്താ ഇന്ന് അടിച്ചു പൊളിക്കാം ഹോട്ടൽസ്. ഹലോ ഹലോ ഉണ്ണിച്ചേട്ടാ, ഹലോ, എൻ്റെ 100 പുഷപ്പ് എടുത്ത് എന്നെ വെട്ടിക്കാൻ പറ്റുമോ? ഒരു വലിയ കൈയ്യടി കൊടുക്കാൻ അരുണ്. നമ്മൾ ഉണ്ണിച്ചേട്ടനായിട്ട് ഒരു ചലഞ്ച് വെച്ചിരിക്കുകയാണ്. അരുൺ ഫസ്റ്റ് സെക്കൻഡ് ഇയർ മലയാളത്തിൽ. അരുണിന് ഒരു വലിയ കൈയ്യടി കൊടുത്ത യൂസിയൻസ്. വന്നപ്പോൾ ആ ടീഷർട്ട് ഒന്ന് ശ്രദ്ധിച്ചാണ്. അതേപോലത്തെ ഓരോന്നും ഉണ്ടെങ്കിൽ ഒന്ന് കിട്ടുവാണെങ്കിൽ ഓളിയും കൂടെയാണ്. അപ്പൊ ഒരു വെള്ള ടീഷർട്ട് കിട്ടുവാണെങ്കിൽ Thank you so much. Guys, ഈ സിനിമ ഏപ്രിൽ 11 റിലീസാണ്. ജസ്റ്റ് ഇൻ കേസ് യു ഫിനിഷ് യുവർ എക്സാംസ്, നിങ്ങളുടെ ഫ്രീ ടൈം ആണെങ്കിൽ ടേക്ക് യുവർ ഫാമിലീസ്. നല്ലൊരു മൂവിയാണ്. ഞാൻ മാളികപ്പുറം എൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ സിനിമ ഐ തിങ്ക് ഡിസംബർ 22 ഡിസംബർ 2022 റിലീസായ സിനിമയാണ്. അതിന് ശേഷം എൻ്റെ റിലീസാവുന്ന ആദ്യത്തെ മലയാള സിനിമയാണ് ഇൻ ദ തിയേറ്റേഴ്സ്. സോ ടേക്ക് യുവർ ഫാമിലീസ്. ഇവിടെ വരാൻ സാധിച്ചുള്ള ഒരുപാട് സന്തോഷം. വാട്ട് എവർ ലിറ്റിൽ പാർട്ടിസിപ്പേഷൻ ഐ കുഡ് ഡു, അതിൽ സന്തോഷം. ഐ ഹോപ്പ് നിങ്ങൾ ഈ സിനിമ കാണും. ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്സ്. എങ്ങനെയാണ്, കാണില്ലേ? താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ കൂട്ടത്തിൽ നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? എന്താ പേര്? ഏത് ബാച്ചാ? BSc മാത്തമാറ്റിക്സ് അഭിരാമി. ഒരു മൈക്ക്. ഡ്യൂറ്റ് പാടണം. ഏത് പാടാം? അരികിൽ പറഞ്ഞ പാടാം. അറിയോ ലിറിക്സ്? അഭിരാമി അറിയോ? ഞാൻ ചോദിച്ചു.
സോ മച്ച് അഭിരാമി, താങ്ക് യു സോ മച്ച് ഉണ്ണിച്ചേട്ടാ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ ഉണ്ടോ? എനിവൺ? ടീഷർട്ട് ചോദിക്കരുത്, വേറെ ടീഷർട്ടിന് കൊടുത്തേക്കണം. ശരി, എന്തെങ്കിലും ഞാൻ അങ്ങോട്ട് കുറച്ച് ട്രിക്കി ചോദ്യങ്ങൾ ചോദിക്കാം. ഭയങ്കര എക്സൈറ്റിംഗ് പ്രൈസസ് ഒക്കെ ഉണ്ട്. ഇതുപോലത്തെ ടീഷർട്ട് കിട്ടും. സോ ആദ്യത്തെ ചോദ്യം, നിങ്ങൾ സിനിമകളെ കാണുന്ന കൂട്ടത്തിലാണെന്ന് വിശ്വസിക്കുന്നു. ഈ സിനിമയിലെ നായികയുടെ പേരെന്താ? ഓക്കെ, അതല്ല ചോദ്യം. ചോദ്യം എന്താണെന്ന് വെച്ചാൽ, മഹിമ നമ്പ്യാറും ഞാനും ഇതിനു മുന്നേ ജയഗണേഷ് എന്ന സിനിമ, അതുമല്ല ചോദ്യം. സോ മാസ്റ്റർ പീസ് എന്ന സിനിമയിൽ ഞാനും മഹിമ നമ്പ്യാരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. അപ്പോൾ ആ സിനിമയിൽ മഹിമ നമ്പ്യാർക്ക് എന്താണ് സംഭവിച്ചത്? അങ്ങനെ പറഞ്ഞാൽ പോരാ, കൃത്യമായിട്ട് ഒരു കൈ പൊക്കിയിട്ട് ആരെങ്കിലും ഉത്തരം പറയണം. മഹിമ നമ്പ്യാറിന്റെ ആൻസറാണ്. അവിടെ നിന്ന് പാർട്ടിസിപ്പേഷൻ ഇല്ലേ? പാടി എന്താ വേദിക്കാനും സാറിന്റെ ക്യാരക്ടർ പോലീസ് ക്യാരക്ടർ. സാറും അതുപോലെ തന്നെ കലാപം ഷാജോൺ ചേട്ടനും കൂടെ എന്താ പറയാ ഒരു വീഡിയോ കണ്ടതിന്റെ പേരില് സാറ് അവരെ എന്താ രാത്രി ചില ചോദ്യങ്ങൾക്ക് ആൻസർ ആൻസർ ബ്രീഫ് എന്ന് പറയുമ്പോൾ പാരഗ്രാഫ് ആയിട്ട് പറയും. അതുപോലെ താങ്ക് യു. കറക്റ്റ് ആൻസർ. എന്താ പേര്? താങ്ക് യു. പേര് ബഷാർ. ബഷാർ ഏത് ബാച്ച്? തേർഡ് ഇയർ ബികോം. ബഷാർ ചോദിച്ച ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഫോർ ദി പാർട്ടിസിപ്പേഷൻ. മൂവി കാണണം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ഈ ട്രെയിലർ പ്ലേ ചെയ്തിരുന്നു, അത് ശ്രദ്ധിച്ചോ അതോ ശ്രദ്ധിക്കാൻ പറ്റിയില്ല? ശ്രദ്ധിച്ചു. അപ്പോ ചോദ്യം എന്താ? ടീച്ചർ അപ്ലൈ ചെയ്തത്? ഐ തിങ്ക് ഇറ്റ്സ് എ ട്രെയിലർ അല്ലേ അപ്ലൈ ചെയ്തത്? ടീച്ചർ അപ്ലൈ ചെയ്തത്? ഓക്കെ. അപ്പോ ഈ ജയഗണേഷ് എന്ന കഥാപാത്രത്തിന് ഒരു പവർ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് എവിടെ നിന്നാണ് ഈ പവർ കിട്ടുന്നത്? അങ്ങനെയല്ല, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അടിപൊളി. എന്താ പേര്? ഹായ് ശ്രേയ, പ്ലീസ് കം. ശ്രേയക്ക് ഒരു പാട്ട് പാടുന്നത്. ഏത് പാട്ടാണ്? മറ്റേ എന്തായാലും എനിക്കറിയില്ല. അപ്പോ ഹിന്ദി പാട്ട് പാടണം. ഹിന്ദി പാട്ടൊക്കെ അറിയൂ? ഹിന്ദി പാട്ട് പറയാല്ലേ? ഏതെങ്കിലും പാട്ടാണ്? എനിക്ക് ഓർമ്മയില്ല. പൂങ്കാറ്റ് പാടാലും എനിക്ക് എളുപ്പത്തിൽ പറയുന്നുണ്ട്. ഏതാണ്? ഏത് പാട്ടാണ്? പറയൂ. കുശ്മീർ. ഓക്കെ, ഒരു ലിറിക്ക് തന്നെയാണ്. ഈ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന കുട്ടികൾ ഭയങ്കര സ്മാർട്ടായ കുട്ടികളെന്ന് തോന്നുന്നു. ആ സൈഡിൽ നിന്ന് പറയുന്ന കുട്ടികൾ, നിങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സ് ആണോ? ലൈക്ക് ബ്രോ, എന്താണ് റിലീസ് ഡേറ്റ്? ഏപ്രിൽ 15. ഏതെങ്കിലും ഒരാൾ പെട്ടെന്ന് കൈ പൊക്കി അവർക്ക് ടീഷർട്ട് കിട്ടും. ഞാൻ പറയും പൊക്കിയാൽ മതി. ആരെ കൈ പൊക്ക ഫാസ്റ്റ് ആയിട്ട് കൈ പൊക്കുന്ന ആൾക്ക് ടീഷർട്ട് കിട്ടും. ഞാൻ പറയാം. ഓൺ ദ കൗണ്ട് ഓഫ് 3, ഇറ്റ് ഇസ് 3, 1, 2, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ പൊക്കുക. ഓക്കെ, 3.
എനിക്കറിയില്ല ചുമ്മാ പറയാം അടിപൊളി